ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും തോന്നിയേക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കാനോ താഴ്ത്തിക്കെട്ടുവാനല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഒരു പാർട്ടിയുടെ കൊടി പിടിക്കുന്നതിനേക്കാളും വലുത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മൾ ജനിക്കുന്നത്. അതുകൊണ്ട് കേട്ടുകേൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ എല്ലാം തുടക്കം, അതായത് ഈ ഒരു ഗവൺമെൻറ് ഈ ഭരണത്തിലേറിയ വർഷത്തിലേക്ക് തിരിച്ചു പോകാം, അതായത് 2014 BJP ഗവൺമെൻറ് ഭരണം ഏറ്റെടുക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഫ്രോജൽ 5 എന്നാണ് വിളിച്ചിരുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന 5 സമ്പന്ന വ്യവസ്ഥകളിലൊന്ന്. പോളിസി പാരലൈസിസ് എന്ന വാക്ക് നമ്മൾ ആ സമയത്ത് സ്ഥിരം കേൾക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് BJP സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. ഈ ഗവൺമെൻറ് മാറ്റം വരുത്തിയ ആദ്യ കാര്യങ്ങളിലൊന്നായിരുന്നു ഫോറിൻ പോളിസി, അതായത് വിദേശകാര്യം. പണ്ട് ഇന്ത്യയുടെ ഒരു പോളിസിയായിരുന്നു ചേരിചേരാനായി. ഞങ്ങൾ ആരുടെയും കൂടെയില്ല എന്നൊരു നിലപാട്. പക്ഷേ പുതിയ സർക്കാർ ആ രീതി മാറ്റി. ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധം വേണം, പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കും എന്നൊരു സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ മാറി. അമേരിക്കയോടും റഷ്യയോടും ഒരേ സമയം കൂട്ടുകെട്ടുണ്ടാക്കി. പക്ഷേ അതിലും വലുത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധമാണ്. അവിടെയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഗുണം അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ കാണും. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ. ഇത് ഞാൻ പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. UP സർക്കാരിൻ്റെ കാലത്ത് ഒരു ദിവസം ഏകദേശം 12 കിലോമീറ്റർ ഹൈവേ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ദിവസം 30 കിലോമീറ്റർ കൂടുതലായി. അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വന്നു. ചെറിയ പട്ടണങ്ങളിൽ പോലും ഫ്ലൈറ്റ് സൗകര്യം വന്നു. ഇത് വെറും റോഡും പാലവുമല്ല. എൻ്റെ നാട്ടിൽ നിന്ന് കൊച്ചിക്ക് പോകാൻ പണ്ട് 4 മണിക്കൂർ എടുത്തിരുന്നെങ്കിൽ ഇന്ന് 3 മണിക്കൂർ മതി. ആ 1 മണിക്കൂർ എൻ്റെ ലൈഫിൽ എനിക്ക് ലാഭമാണ്. അടുത്തത് മേക്ക് ഇൻ ഇന്ത്യ. പണ്ട് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ വർഷം നോക്കിയാൽ കാണുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്ത് രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ പതക്കം നമ്മളാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കിയതായിരിക്കും. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യമായിരുന്നു പണ്ട് നമ്മുടേത്. ഇന്ന് ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് ചെറിയൊരു മാറ്റമല്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിച്ച മാറ്റം രാജ്യസുരക്ഷയുടെ കാര്യത്തിലാണ്. മുംബൈ ഭീകരാക്രമണം നമുക്ക് എടുക്കാം. നമ്മൾ ആരും അത് മറക്കത്തില്ല. TV കണ്ട നമ്മൾ നിസ്സരായിരുന്നു. അന്ന് നമ്മൾ പാകിസ്ഥാന് കുറേ ഫയലുകൾ കൈമാറുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ഉറിയും പുൽവാമയും കഴിഞ്ഞപ്പോൾ സംഭവിച്ച മറ്റൊന്നായിരുന്നു. സർജിക്കൽ സ്ട്രൈക്ക്, ബലാക്കോട്ട് എയർ സ്ട്രൈക്ക്. ഇങ്ങോട്ട് അടിച്ചാൽ നിങ്ങൾ വീട്ടിൽ കയറി പിടിക്കുമെന്ന് ഇന്ത്യ ആദ്യമായി ലോകത്തോട് ഉറക്കത്താണ്. ആ ഒരു മാറ്റം, ആ ഒരു ചങ്കൂറ്റം അതെനിക്ക് വളരെ വലുതായി തോന്നി. ഇനി ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും വലിയ വിപ്ലവം നടന്നത്. ജൻ യോജന വഴി കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടി. ഇന്ന് നമ്മുടെ അമ്മമാർ വരെ Google Pay ഉപയോഗിക്കുന്നു. പെട്ടിക്കടയിൽ ഒരു മിഠായി വാങ്ങിയാൽ പോലും നമ്മൾ സ്കാൻ ചെയ്ത് പേ ചെയ്യും. ഇതൊരു വിപ്ലവം വരാതെ പിന്നെന്താണ്? പണ്ട് സർക്കാരിൽ നിന്ന് 100 രൂപ അനുവദിച്ചാൽ നമ്മുടെ കയ്യിൽ 15 രൂപയെ കിട്ടൂ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്ന് കർഷകർക്കുള്ള സഹായം മുതൽ പെൻഷൻ വരെ 1 രൂപ പോലും ഇടനിലക്കാരൻ്റെ കയ്യിൽ പോകാതെ നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നു. പുകയൂതി കഷ്ടപ്പെട്ട അമ്മമാർക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി. സ്വന്തമായി ഒരു വീടില്ലാത്തവർക്ക് വീട് കിട്ടി. ഇതൊന്നും വേറെ കണക്കുകളല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ഇതിനു മുൻപും ഇവിടെ സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ മുൻപ് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം ഇവിടെ നടക്കാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഭീകരാക്രമണങ്ങൾക്ക് ഇതുപോലെ ഒരു മറുപടി കൊടുക്കാൻ മുൻപ് സാധിക്കാത്തത്? ഇത്രയും നേരം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ സ്വന്തം വീട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരാം. 2014 ഈ സർക്കാർ വന്നപ്പോൾ നമ്മളെല്ലാം പേടിച്ചിരുന്നു, കേന്ദ്രം നമ്മളെ അവഗണിക്കുമെന്ന്. പക്ഷേ എന്താണ് സംഭവിച്ചത്? നാഷണൽ ഹൈവേ 66 എത്ര കാലമായി നമ്മൾ കേൾക്കുന്നു. നടക്കില്ലെന്ന് കരുതിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ കൺമുൻപിൽ നടക്കുന്നത്. വന്ദേ ഭാരത് വന്നു. ഗൾഫിലുള്ള നമ്മുടെ ആളുകൾക്ക് കിട്ടുന്ന ബഹുമാനം സുരക്ഷയും കൂടി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്രം ഒരു പദ്ധതി തരുമ്പോൾ അത് പൂർണ്ണമായി നമ്മളിലേക്ക് എത്തുന്നുണ്ടോ, അതോ രാഷ്ട്രീയത്തിന് വരുന്നത് അത് എവിടെയെങ്കിലും ബ്ലോക്ക് ആവുന്നുണ്ടോ? അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ വീഡിയോ കിട്ടുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ വെറുക്കുന്നത് ഈ വസ്തുക്കളെല്ലാം കൺമുന്നിൽ ഉണ്ടായിട്ടും സോഷ്യൽ മീഡിയയിലും ചില ന്യൂസുകളിലെയും നുണപ്രചാരണവും കേട്ടത്. കണ്ണുമടച്ച ഒരാൾ വെറുക്കാൻ നടന്ന എൻ്റെ പഴയ ചിന്തകളെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരുന്നു. 2014 നമ്മൾ പേടിച്ചത് നമ്മുടെ നാടിനെ അവർ തകർക്കുമെന്നായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ തകർക്കാൻ ശ്രമിച്ച നമ്മുടെ ചിന്തകളാണ്. വസ്തുക്കൾ മറച്ചുവെച്ച നുണകൾ കൊണ്ട് ഒരു ഇന്ത്യക്കാരെ എന്ന നിലയിൽ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളെപ്പോലും വർഗീയ നിറം കലർത്തി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ആ ശക്തികളെയാണ് ഞാൻ വെക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ടൈറ്റിൽ മോദിയെക്കുറിച്ചല്ല, അത് നമ്മളെക്കുറിച്ചാണ്. കേട്ടുകേൾവിയുടെ പേരിൽ ഒരാൾ വെറുക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ഈ ശീലത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ യഥാർത്ഥങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് നിങ്ങൾ തീരുമാനിക്കൂ. കേട്ടുകേൾവികളെ വിശ്വസിക്കണോ, അത് കൺമുന്നിലുള്ള സത്യങ്ങളെ അംഗീകരിക്കണോ എന്ന്? ആരാണ് രാജ്യത്തെ വളർത്തുന്നത്? ആരാണ് നമ്മുടെ ചിന്തകളെ തളർത്തുന്നത് എന്ന്?